പിന്നെ ഒന്നാമതായി നിങ്ങളുടെ ഈ കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ഗൗരവമായി പറയട്ടെ. നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ഒന്നാമതായി ഈ വിഷയത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണേണ്ടതാണ്, ദുനിയാവ് എന്നാൽ ഒരു ഒറിജിനൽ സാധനമല്ല. അങ്ങനെയാണ്. അപ്പം അതിന് ഒരു അമിതമായ പ്രതീക്ഷ വെക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഖസ്റുൽ അമലി, കൊതി കുറക്കലാണെന്ന് മഹാനായ പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചത്. ഖസ്റുൽ അമലാണ് കൊതി കുറക്കുക. അപ്പോൾ ഓരോന്നിനും നോക്കൂ, നിങ്ങൾ ഇത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാച്ചാണെന്ന് നോക്കൂ, അങ്ങനെയാണ് എന്ന് വെക്കൂ. എന്നാൽ ഞാൻ ഇതിൻ്റെ ഒറിജിനലിൻ്റെ പ്രതീക്ഷ ഇതിൽ വേണ്ട. ഇതേ കളറിലും ഇതേ ആകൃതിയിലും ഇതേ ലേബലിൽ തന്നെ മറ്റൊരു വാച്ച് ഉണ്ടായിരിക്കും, അതിൻ്റെ ഒറിജിനലും ആയിരിക്കും. അതിന് ഒരു പക്ഷേ വില 10,000 25,000 ആയിരിക്കും. ആ തിളക്കം കണ്ടിട്ട് ഞാനിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് 1000 രൂപയ്ക്ക് വാങ്ങിയതാണ് എങ്കിൽ ആ തിളക്കത്തിന് ഒരു മാസത്തിലേറെ ആയുസ് ഉണ്ടാവില്ല. കാരണം ഇത് ഒറിജിനല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ ഈ ലോകത്തെ ഏത് കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഈ ദുനിയാവാണ്. അപ്പോൾ ആഖിറത്തിൻ്റെ ഓരോ വസ്തുക്കളെയും കേൾക്കുമ്പോഴുണ്ടാകുന്ന പ്രതീക്ഷ ദുനിയാവിലെ വസ്തുക്കളുടെ മേൽ വേണ്ട. അതൊന്നാമത്തതാണ് തന്നെ, ഇതിൽ കൂടുതൽ സംസാരിക്കേണ്ടതില്ല. 2, നമ്മൾ എണ്ണം പാർക്കാൻ വേണ്ടി ഇവിടെയോട്ട് അയച്ചിട്ടുമില്ല. നമ്മൾ ഇവിടുത്തുകാരല്ല. നമ്മളിവിടെ കുറഞ്ഞ കാലം ഒരു നിർദ്ദിഷ്ട ലക്ഷ്യത്തിന് വേണ്ടി വന്നതാണ്. ഇതൊന്നാമതായി അങ്ങനെ മൈൻഡിലേക്ക് അങ്ങോട്ട് നല്ല പോലെ അങ്ങോട്ട് കയറ്റണം. നമ്മൾ നിർദ്ദിഷ്ട ലക്ഷ്യത്തിന് വേണ്ടി വന്നതാ. ഇവിടെ ഇനി വലിയ പ്രയാസമൊന്നും ഉണ്ടായാലും അത് നമ്മെ സമ്മതിക്കുന്ന ഒരു കാര്യവുമല്ല. ഒ.വി. വിജയൻ്റെ ഒരു കഥയിലുണ്ട്. പാലക്കാട്ട് ഒരു കടയിൽ കയറിയിട്ട്, ഒരു ചായക്കടയിൽ കയറിയിട്ടൊരു ഭിക്ഷക്കാരൻ ഇങ്ങനെ പുട്ടും കടലയും ഇങ്ങനെ കഴിക്കുക. അപ്പോൾ പിന്നെ അപ്പുറത്തിരുന്ന 2 ആളുകൾ, ഒരു വിജയൻ്റെ ഒരു നോവലിലുള്ളതാണ്, അതിനെ വളരെ ചിന്തിപ്പിച്ചൊരു വാക്കാണ്. അപ്പോൾ അവിടെ അപ്പുറത്തെ 2 ആളുകളിരുന്ന് ഈ ചായമക്കാലിരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നതിൽ പിന്നെ നമ്മളെ നാട് മുടിഞ്ഞല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ നേരെ പുറത്തേക്ക് നോക്കി, ഏതാണ് ഈ നാട്? അപ്പോൾ അയാൾക്ക് ഒന്നുകൂടി ബോധ്യപ്പെട്ടു, ഇത് പാലക്കാടാണ്. അപ്പോൾ അയാൾക്കൊരു ആത്മവിശ്വാസം തോന്നിയോ, പാലക്കാടല്ലേ മുടിഞ്ഞത്, പ്രയാസമൊന്നുമില്ല, പൊള്ളാച്ചി ഉടുമൽപ്പെട്ട വഴിയൊന്നും മുടിയാതിരിക്കട്ടെ എന്നയാൾ മനസ്സിൽ പ്രാർത്ഥിച്ചു. കാരണം ഇയാൾ ഭിക്ഷ തേടി പോകുന്നത് പൊള്ളാച്ചി ഉടുമൽപ്പെട്ട വഴിക്കാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ നല്ല നർമ്മത്തിൽ വലിയൊരാശയം അവിടെ വിജയന് സമർത്ഥിച്ചിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ വലിയൊരു പ്രതീക്ഷയൊന്നും വേണ്ട. ഇവിടെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ബസ് കാത്തു നിൽക്കുന്ന നമ്മുടെ ആ വഴിയമ്പലം ആ പോലത്തെ അതിൽ കുറച്ചൊക്കെ ചില പ്രയാസങ്ങളുണ്ടെങ്കിൽ തന്നെ നമ്മളെ ഇരിക്കാനുള്ള വലിയ സൗകര്യമൊന്നും ഇല്ലെങ്കിലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എപ്പോഴും ബസ് വരാം, ബസ് വന്ന് നമ്മളെപ്പോഴും പോകാം. അങ്ങനെയാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഇരിക്കാനുള്ള സാധനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളുകൾ വന്നിട്ട്, സ്വഹാബികൾ വന്നപ്പോൾ ചോദിച്ചു, അബൂദറെ, നിങ്ങൾക്ക് തൊഴിലുണ്ടല്ലോ, നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടല്ലോ, വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി വെച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂദർ പറഞ്ഞു, പുതിയ ഒരു വീടുണ്ടാക്കുന്നുണ്ട്, അങ്ങോട്ട് കയറ്റി വിടാണ് സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ആളുകൾക്ക് മനസ്സിലായി പുതിയ വീടെന്ന് പറഞ്ഞാൽ അത് പരലോകം. അപ്പോൾ അബൂദറിനോട് സഹാബികൾ ചോദിച്ചു, എന്നാലും അബൂദറെ, ഇതും ഇവിടെയും നിങ്ങൾ താമസിക്കണില്ലേ, എന്തെങ്കിലുമൊക്കെ ഇവിടെയും വാങ്ങി വെച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂദർ പറഞ്ഞു, അതിന് വീട്ടുടമസ്ഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒഴിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒഴിപ്പിക്കുന്ന ഭീഷണിയിലാണ്, അതുകൊണ്ട് പിന്നെ ആ സമയത്ത് ഞാൻ വാങ്ങി വെച്ചാൽ അതും കൂടി എനിക്ക് ഭാരമാവുമല്ലോ എന്ന് വിചാരിച്ചാണ് എന്ന് പറഞ്ഞു. എപ്പോഴും ഒഴിപ്പിക്കും എന്ന് പറഞ്ഞത് അങ്ങനെ ദുനിയാവിന് എപ്പോഴും മരിച്ചു പോകാം എന്നർത്ഥം. ഇതൊന്നാമതായി നമ്മുടെ തലയൊക്കെ അങ്ങോട്ട് കയറ്റണം. ഇത്ര ഈ ലോകത്തിന് വിലയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളില്ലാത്ത ഒരു കാര്യം ഇതിൻ്റെ മേൽ എന്തിനാ വെച്ച് കെട്ടുന്നു? അതിനൊരു പരിധിയില്ലേ ഓരോന്നിനും? ദുനിയാവിൻ്റെതായ പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറം അതിനെക്കുറിച്ച് നമ്മൾ വല്ലാത്തൊരു പ്രതീക്ഷ അതിൻ്റെ മേൽ കയറ്റി വെക്കരുത്. ആ പ്രതീക്ഷ കയറ്റി വെച്ചവരൊക്കെയാണ് അവസാനം നഷ്ടപ്പെടാവുക. ഉമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ വളരെ ചിന്തിക്കണം. സമാധാനം ഉണ്ടാകണമെങ്കിൽ
ഇദാ അസറ അബ്ദുൻ ദുനിയാഹു അലാ ആഖിറതിഹി വസത്തു അലൈഹി ഹുമൂമഹു എന്ന് പുണ്യനബി അള്ളാഹു പറഞ്ഞു, എൻ്റെ അടിമകൾ ദുനിയാവിന് ആഖിറത്തിനേക്കാൾ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യത്തിൽ, ദുനിയാവിന് ആഖിറത്തേക്കാൾ പ്രതീക്ഷ ദുനിയാവിന് വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബസത്തു അലൈഹി ഹുമൂമഹു, ഞാൻ അവൻ്റെ മേൽ ചില ടെൻഷനുകൾ വിതറും എന്ന് അള്ളാഹു പറയുന്നതായി പുണ്യനബി